സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സോഷ്യൽ സയൻസിലെ 5ാമത്തെ അധ്യായം ഭൂമി കഥയും കാര്യവും എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ ആകൃതിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഭൂമി ഗോളാകൃതിയാണെന്നും തുടർന്ന് അതിനെ പിന്താങ്ങുന്ന കുറെ തത്വചിന്തകന്മാരെയും ഭൂമിയെ ഒരു ഗ്ലോബിലേക്ക് ആലേഖനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രേഖാംശ അക്ഷാംശീയ സ്ഥാനങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇനി പറയാൻ പോകുന്നത് എന്താണ് അക്ഷാംശം എന്നുള്ളതിനെ കുറിച്ചാണ്. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലത്തെയാണ് നമ്മൾ എന്ത് പറയാ, അക്ഷാംശം എന്ന് പറയാം. അതായത് ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലത്തെയാണ് നമ്മൾ എന്ത് പറയാ, അക്ഷാംശം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ കോണീയ അകലത്തിൽ ഒരേ കോണീയ അളവുകൾ തമ്മിൽ ബന്ധിപ്പിച്ചു വരയ്ക്കുന്ന രേഖകളെയാണ് നമ്മൾ എന്ത് പറയാ, അക്ഷാംശ രേഖകൾ എന്ന് പറയാം. അതുപോലെ തന്നെ ഭൂമി സ്വയം കറങ്ങുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഭൂമി സ്വയം കറങ്ങുന്നതിനെ നമ്മൾ ഭ്രമണം ചെയ്യുക എന്നാണ് പറയുക. ഈ ഭ്രമണം ചെയ്യുന്നത് ഭൂമിയുടെ ഒരു സാങ്കല്പിക ദണ്ടുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് അച്ചുതണ്ട് എന്നാണ് അതിനകത്ത് നമ്മൾ പറയുന്ന പേര്. ഇനി അതുപോലെ തന്നെ ഗ്ലോബിന്റെ മധ്യഭാഗത്തായി കാണുന്ന അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഏറ്റവും വലിപ്പം കൂടിയ അക്ഷാംശ രേഖയാണിത്. ഭൂമധ്യരേഖയുടെ കോണീയ അളവ് എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. ഇനി ഭൂമധ്യരേഖയ്ക്ക് 90 ഡിഗ്രി വടക്ക് കാണുന്ന അക്ഷാംശത്തെ നമ്മൾ ഉത്തര ധ്രുവം എന്നാണ് പറയുക. അതായത് ഭൂമധ്യരേഖയുടെ 90 ഡിഗ്രി വടക്ക് കാണുന്ന അക്ഷാംശമാണ് ഉത്തര ധ്രുവം എന്ന് അറിയപ്പെടുന്നത്. ഭൂമധ്യരേഖയുടെ 90 ഡിഗ്രി തെക്ക് ഭാഗത്ത് കാണുന്ന അക്ഷാംശത്തെ നമ്മൾ ദക്ഷിണ ധ്രുവം എന്നും പറയും. അതുപോലെ തന്നെ ഉത്തരാർദ്ധ ഗോളത്തിലെ അക്ഷാംശ രേഖകൾ അറിയപ്പെടുന്നത് വടക്ക് അക്ഷാംശം എന്ന പേരിലാണ്. അതുപോലെ തന്നെ ദക്ഷിണാർദ്ധ ഗോളത്തിലെ അക്ഷാംശ രേഖകൾ അറിയപ്പെടുന്നത് തെക്ക് അക്ഷാംശ രേഖ എന്ന പേരിലാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ആർട്ടിക് വൃത്തം, അതുപോലെ തന്നെ അന്റാർട്ടിക് വൃത്തം, ഉത്തരായന ദക്ഷിണായന രേഖകൾ എന്തൊക്കെയാണെന്ന് ആ പാഠഭാഗത്തിലേക്ക് നമുക്കൊന്ന് പോവാം. അപ്പം ഇതാണ് നമ്മുടെ ഗ്ലോബ് ഇവിടെ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇക്വേറ്റർ വരച്ചിട്ടുണ്ട്. ഉത്തരാർദ്ധഗോളം ദക്ഷിണാർദ്ധഗോളം ഒക്കെ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ലോഞ്ചിറ്റ്യൂഡ്സും ഇവിടെ വരച്ചിട്ടുണ്ട്. 66 ഡിഗ്രി വടക്ക് അക്ഷാംശമായിരിക്കും നമ്മൾ ആർട്ടിക് വൃത്തം എന്ന് പറയാം. ഈ കാണുന്നതാണ് ആർട്ടിക് വൃത്തം. ഇതാണ് ആർട്ടിക് സർക്കിൾ എന്ന് പറയാം. 66 ഡിഗ്രി വടക്ക്. അതുപോലെ തന്നെ ഇവിടെ തെക്കുമുണ്ട്. 66 ഡിഗ്രി തെക്കിന് നമ്മൾ പറയുന്ന പേരായിരിക്കും അന്റാർട്ടിക് വൃത്തമെന്ന്. അതുപോലെ 23 ഡിഗ്രി വടക്ക് അക്ഷാംശം അറിയപ്പെടുന്ന പേരാണ് ഉത്തരായന രേഖ. അതുപോലെ തന്നെ 23 ഡിഗ്രി തെക്ക് അക്ഷാംശം അറിയപ്പെടുന്ന പേരാണ് ദക്ഷിണായന രേഖ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അക്ഷാംശ രേഖാംശ സ്ഥാനത്തെക്കുറിച്ചും ഭൂമിയിലൂടെ കടന്നു പോകുന്ന നിരവധി രേഖകളെക്കുറിച്ചും അവയുടെ സ്ഥാനത്തെക്കുറിച്ചുമൊക്കെയാണ് പറഞ്ഞത്. പിന്നീട് പറഞ്ഞത് നമ്മൾ ആർട്ടിക് വൃത്തത്തെക്കുറിച്ചും അന്റാർട്ടിക് വൃത്തത്തെക്കുറിച്ചും ഉത്തരായന ദക്ഷിണായന രേഖകളെക്കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത്. അടുത്ത പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.